ഇവർ രണ്ടുപേരുടെ സംസാരം കേട്ടാൽ തോന്നും ഇവരെന്തോ കൂലങ്കഷമായി സംസാരിക്കുക എന്ന്. എന്തെങ്കിലും സംസാരിക്കട്ടെ, പക്ഷെ ഞങ്ങളുടെ ശ്രദ്ധ മൊത്തം അവൻ കൊണ്ടുവന്ന കുമ്പിള് പാത്രത്തിലായിരുന്നു. ഗൾഫിൽ നിന്ന് മാമൻ കൊണ്ടുവന്ന പെട്ടി പൊട്ടിക്കുന്നത് നോക്കി കാത്തിരിക്കുന്ന പിള്ളേരെ പോലെ കുറേ നേരം ഞങ്ങൾ നോക്കിയിരുന്നു. അവസാനം ഗത്യന്തരമില്ലാതെ അവനോട് ചോദിക്കാതെ ഞങ്ങൾ ആ കുമ്പിള് വെട്ടി പൊട്ടിച്ച് ഞങ്ങളെല്ലാവരും ഓരോ കുമ്പിളെടുത്തു. അവസാനം കുമ്പിള് കൊണ്ടുവന്ന അവന് മാത്രം ഒരെണ്ണം പോലും കിട്ടിയില്ല. അല്ലേലും അശോകന് ക്ഷീണമാകാം അല്ലേ. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞ് പിന്നെ കോഫി. ഈയിടെയായിട്ട് നൈറ്റ് തുടങ്ങിയ പിന്നെ കോഫി കൂടി വളരെയധികം കൂടുതലാണ്. അങ്ങനെ നേരെ കോഫി ഷോപ്പിൽ ചെന്ന് ഒരു കോഫിക്ക് ഓർഡർ ചെയ്തു. കോഫി വന്നപ്പം അതിൽ എഴുതിയേക്കുന്നു എൻജോയ് യുവർ ഷിഫ്റ്റ്. കൊള്ളാമല്ലേ, നല്ല ആപ്തവാക്യം, എനിക്കിഷ്ടപ്പെട്ടു. നമുക്ക് അന്നത്തെ ദിവസം മൊത്തം ജോലി ചെയ്യാനുള്ളൊരു ഊർജ്ജം ആ കോഫിക്കകത്ത് മാത്രമല്ല ആ കോഫിയുടെ പുറത്തെഴുതിയേക്കുന്ന വാചകത്തിലും ഉണ്ടെന്ന് എനിക്ക് വല്ലാണ്ട് അങ്ങ് തോന്നിപ്പോയി. പിന്നെ അവിടെ നിന്ന് നേരെ പെരുന്നാളിന് കൊണ്ടുവന്ന പുണ്യാളൻ്റെ രൂപം പോലെ ആ കോഫി മഗ്ഗും പൊക്കി പിടിച്ച ഒരൊറ്റ പോക്ക് നമ്മുടെ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൽ. ശരിക്കും ആ കപ്പിൻ്റെ വലിപ്പം കണ്ട കുത്തപ്പിനാറിന് അനിയനാണെന്ന് തോന്നുന്നു അല്ലേ. അങ്ങനെ പിന്നെ കോഫിയൊക്കെ കുടിച്ച് ജോലിയൊക്കെ ചെയ്ത് പണിയൊക്കെ തീർത്ത് രാവിലെ വണ്ടി എടുത്ത് വന്നപ്പോൾ വണ്ടി നല്ല മഞ്ഞി കുളിച്ച് കിടക്കുന്നു. വണ്ടിയെ മഞ്ഞുവെള്ളം കണ്ട് ഇങ്ങനെ ചെയ്യാത്തതായിട്ട് ആരാ ഉള്ളത് അല്ലേ. ഞാനും ചെയ്തു, ചുമ്മാ ഒരു മനസ്സുഖം. അപ്പം ശരി, എന്നാൽ പോയിച്ചും വരാം.